ലെബനോനിൽ വീണ്ടും ഇസ്രായേലിന്റെ അതിശക്തമായ വ്യോമാക്രമണം. തങ്ങളുടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ മരുമകൻ ജാഫർ അൽ ഗാസിർ സിറിയയിലെ ദമാസ്കസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസി വ്യക്തമാക്കി. യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട സൈനികർക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തുവന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമണങ്ങളിൽ ലെബനോനിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു. ലെബനോൻ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലിലെ 8 സൈനികർ കൊല്ലപ്പെട്ടത്. അതേസമയം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ആയുധ സംരംഭ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുള്ള പോരാളികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം ഏത് സമയവും നടക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ എണ്ണക്കിണറുകൾ, ആണവോർജ്ജശാലകൾ അടക്കമുള്ള ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായി പ്രത്യാക്രമണ പദ്ധതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തിയിട്ടുണ്ട്. സംഘർഷം രൂക്ഷമായതോടെ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ മരുമകൻ ജാഫർ അൽ ഗാസിർ സിറിയയിലെ ദമാസ്കസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദമാസ്കസിലെ മാസയെ കേന്ദ്രീകരിച്ച് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ഗാസിർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടതായി സന്നദ്ധ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.